അപ്പോൾ ഹലോ മേറ്റ്സ്, നമ്മളിന്ന് ബാംഗ്ലൂർ വരെ പോകാട്ടോ ഒരു ഷൂട്ടിൻ്റെ കാര്യമായിട്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ആക്ച്വലി അവൻ്റെ ഷൂട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് വർക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വന്നേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ വടക്കഞ്ചേരി എത്തി, പാലക്കാട് വടക്കഞ്ചേരി. ഇവിടെ നിന്ന് ഇനി നേരെ ബാംഗ്ലൂർ ഒരു 8 മണിക്കൂർ ജേണിങ്ങും ഉണ്ട്, ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോകുന്നതിൻ്റെയും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്ന വഴി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാണാം. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്ത് നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞങ്ങളെ രണ്ടുപേരുടെ വീടും എറണാകുളത്ത് തന്നെയാണ്. ബാംഗ്ലൂരിലേക്ക് അന്ന് ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ധൃതി ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഷൂട്ട് 2ാമത്തെ ദിവസമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരൻ എയർബിഎൻബിയിൽ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് റൂം നോക്കി കിടക്കേണ്ട ടെൻഷനും ഇല്ല, നേരെ കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. പോകുന്ന വഴി ഞങ്ങളോരോ കഥയൊക്കെ പറഞ്ഞ് പാട്ടും പാടി ചായയൊക്കെ കുടിച്ചപ്പോൾ അതൊക്കെയാണ് പോയത്. എനിക്ക് പിന്നെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ട സ്റ്റാറ്റസും സ്റ്റോറി ഇടുന്ന ശീലമുണ്ട്. അങ്ങനെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് എൻ്റെ കസിൻ ചേച്ചി എന്നെ ഫോൺ വിളിച്ച്, നീ ബാംഗ്ലൂർ വരുന്നുണ്ടോടാന്ന് ചോദിച്ചിട്ട്. എന്നാൽ പിന്നെ അവിടെ കയറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഞങ്ങൾ ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. എനിക്ക് ചേച്ചിയുടെ അടുത്ത് പോകാൻ വേണം. ഞങ്ങളെടുത്ത റൂമിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക്. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ഹലോ ഗായ്സ്, നമുക്കപ്പോൾ രാജ് ചേച്ചിനെ കാണാൻ പോകട്ടോ. ഞാനിവിടെ ഇലക്ട്രോണിക് സിറ്റിയിലുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ രാജ് ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ബാക്കി എന്നെ അവിടെ ചെന്ന് കാണിച്ചു തരാം. അങ്ങനെ രായിയുടെ ഫ്ലാറ്റ് കണ്ടുപിടിച്ചു. പിന്നെ പിള്ളേർക്ക് അയച്ചു കൊടുക്കട്ടെ. ഏതോ ഒരു മാമൻ, കുട്ടി മാമ കാരണം അഭിനയിക്കലടാ. ഇവൻ എൻ്റെ ചേച്ചിയുടെ മോനാട്ടാ. ഇവൻ ജനിച്ചിട്ട് അവനെ കണ്ടിട്ടില്ല, അതാണ് അവനൊരു പരിചയക്കുറവ്. പക്ഷേ ഏത് പിള്ളേരെ വളച്ചെടുക്കാനുള്ള പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇരിക്കണതാണ് എൻ്റെ അളിയൻ സതിച്ചേട്ടൻ. ചേട്ടൻ അവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണം കേട്ടോ. വേറൊരു രീതിയിൽ അവൻ വളയാഞ്ഞുകൊണ്ട് അവസാനം ഫോൺ കാണിച്ച് അവനെ വളയ്ക്കേണ്ടി വന്നു. പൊതുവെ ഞാൻ പിള്ളേർക്ക് ഫോൺ കൊടുക്കാൻ വലിയ താല്പര്യപ്പെടുന്ന ആളല്ല. പക്ഷേ അവനെ കുറച്ച് നേരം കൈ കിട്ടാൻ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. കുറച്ച് നേരം നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കൊച്ചിനെ കളിപ്പിച്ചൊക്കെ ഇരുന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാനുള്ള മൂടായി. എൻ്റെ കൂടെ വന്ന ആളെ മറക്കാൻ പാടില്ല. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ദിവസം 10 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ റെഡിയാവൊക്കെ വേണം. അപ്പോൾ നേരത്തെ ഒന്ന് ഉറങ്ങാൻ വേണം. അങ്ങനെ അവനെയും കളിപ്പിച്ചിരുന്ന് മതി വരാണ്ട് നിവൃത്തികളുണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന്. ഒരു സെൽഫി എടുത്ത് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ദിവസം എനിക്ക് വർക്കുള്ളത് അടിപൊളി സ്ഥലത്താട്ടാ. കുറച്ച് ഫോട്ടോസും ക്ലിപ്സും ഞാൻ ആഡ് ചെയ്തിടാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം.